ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. അഥ ഷോഡശോऽധ്യായ. ഉദ്ധവ ഉവാച. ത്വം ബ്രഹ്മ പരമം സാക്ഷാദനാദ്യന്തമവാവൃതം സർവേഷാമഭിഭാവാനാം ത്രാണസ്ഥിത്യപ്യയോദ്ഭവ. ഉച്ചാവചേഷു ഭൂതേഷു ദുർജ്ഞേയമകൃതാത്മഭി ഉപാസതേ ത്വാം ഭഗവൻ യഥാ തഥ്യേന ബ്രാഹ്മണാം. യേഷു യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർശയാ ഉപാസീനാ പ്രപദ്യന്തെ സംസിദ്ധിം തദ്വദസ്വ മേ. ഗൂഢശ്ചരസി ഭൂതാത്മാ ഭൂതാനാം ഭൂതഭാവന ന ത്വാം പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനി തേ. യാ കാശ്ച ഭൂമോ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ താം മഹ്യമാഖ്യാഹ്യനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാംഘ്രിപത്മം. ശ്രീഭഗവാനുവാച. ഏവമേതദഹം പൃഷ്ടാ പ്രശ്നം പ്രശ്നവിദാംബര യുയുത്സുനാ വിനശനെ സപത്നൈരർജുനേന വൈ. ജ്ഞാത്വാ ജ്ഞാതിവധം ഗർഹ്യമധർമ്മം രാജ്യഹേതുകം തതോ നിവൃത്തോ ഹന്താഹം ഹതോയമിതി ലൗകിക. സതതാ പുരുഷവ്യാഘ്രോ യുക്ത്യാ മേ പ്രതിബോധിതാം അഭ്യഭാഷത മാമേവം യഥാ ത്വം രണമൂർധനി. അഹമാത്മോദ്ഭവാമീഷാം ഭൂതാനാം സുഹൃദീശ്വര അഹം സർവാണി ഭൂതാനി തേഷാം സ്ഥിത്യുദ്ഭവാപ്യയാം. അഹം ഗതിർഗതിമതാം കാലഃ കലയതാമഹം ഗുണാനാം ചാപ്യഹം സാമ്യം ഗുണിന്യോത്പത്തികോ ഗുണാം. ഗുണിനാമപ്യഹം സൂത്രം മഹതാം ച മഹാനഹം സൂക്ഷ്മാണാമപ്യഹം ജീവോ ദുർജയാനാമഹം മനാം. ഹിരണ്യഗർഭോ വേദാനാം മന്ത്രാണാം പ്രണവസ്ത്രിവൃത് അക്ഷരാണാമകാരോസ്മി പദാനി ഛന്ദസാമഹം. ഇന്ദ്രോഹം സർവദേവാനാം വസൂനാമസ്മി ഹവ്യവാൻ ആദിത്യാനാമഹം വിഷ്ണുരുദ്രാണാം നീലലോഹിതാം. ബ്രഹ്മർഷീണാം ഭൃഗുരഹം രാജർഷീണാമഹം മനോ ദേവർഷീണാം നാരദോഹം ഹവിർധാന്യസ്മി ധേനുഷോ. സിദ്ധേശ്വരാണാം കപില സുവർണോഹം പദത്രിണാം പ്രജാപതീനാം ദക്ഷോഹം പിതॄണാമഹമര്യമാം. മാം വിദ്യുദ്ധവ ദൈത്യാനാം പ്രഹ്ലാദമസുരേശ്വരം സോമം നക്ഷത്രൗഷധീനാം ധനേശം യക്ഷരക്ഷസാം. ഐരാവതം ഗജേന്ദ്രാണാം യാദസാം വരുണം പ്രഭും തപതാം ദ്യുമതാം സൂര്യം മനുഷ്യാണാം ച ഭൂപതിം. ഉച്ചൈശ്രവാസ്തുരംഗാണാം ധാതൂനാമസ്മി കാഞ്ചനം യമസംയമതാം ചാഹം സർപ്പാണാമസ്മി വാസുകീം. നാഗേന്ദ്രാണാമനന്തോഹം മൃഗേന്ദ്രശൃംഗിദംഷ്ട്രിണാം ആശ്രമാണാമഹം തുര്യോ വർണ്ണാനാം പ്രഥമോ നഖ. തീർത്ഥാനാം സ്രോതസാം ഗംഗാ സമുദ്ര സരസാമഹം ആയുധാനാം ധനുരഹം ത്രിപുരഘ്നോ ധനുഷ്മദാം. ധിഷ്ണ്യാനാമസ്മ്യഹം മേരുർഗഹനാനാം ഹിമാലയ വനസ്പതീനാമശ്വത്ഥ ഓഷധീനാമഹം യവ. പുരോധസാം വസിഷ്ഠോഹം ബ്രഹ്മിഷ്ഠാനാം ബൃഹസ്പതി സ്കന്ദോഹം സർവസേനാന്യാമഗ്രണ്യാം ഭഗവാനജാം. യജ്ഞാനാം ബ്രഹ്മയജ്ഞോഹം പ്രധാനാമവിഹിംസനം വായുജ്ഞർക്കാംബുവാഗാത്മാ ശുചീനാമപ്യഹം ശുചി. യോഗാനാമാത്മസംരോധോ മന്ത്രോസ്മി വിജിഗീഷതാം അന്വേക്ഷികീ കൗശലാനാം വികൽപഖ്യാതിവാദിനാം. സ്ത്രീണാം തു ശതരൂപാഹം പുംസാം സ്വായംഭുവോ മനു നാരായണോ മുനീനാം ച കുമാരോ ബ്രഹ്മചാരിണാം. ധർമാണാമസ്മി സന്യാസക്ഷേമാണാമബഹിർമതി ഗുഹ്യാനാം സുഹൃദം മൗനം മിഥുനാനാമജസ്ത്വഹം. സംവത്സരോസ്മനിമിഷാമൃതൂനാം മധുമാധവോ മാസാനാം മാർഗശീർഷോഹം നക്ഷത്രാണാം തഥാഭിജിത്.
അഹം യുഗാനാം ച കൃതം ധീരാണാം ദേവലോസിത ദ്വൈപായനോസ്മി വ്യാസാനാം കവീനാം കാവ്യാത്മവാൻ വാസുദേവോ ഭഗവതാം ത്വം തു ഭാഗവതേഷ്വഹം കിം പുരുഷാണാം ഹനുമാൻ വിദ്യാധ്രാണാം സുദർശനാം രത്നാനാം പത്മരാഗോസ്മി പത്മകോശസുപേശസാം കുശോസ്മി ദർഭജാതീനാം ഗവ്യമാജ്യം ഹവിഷ്വഹം വ്യവസായിനാമഹം ലക്ഷ്മീകിതവാനാം ഛലഗ്രഹ തിദിക്ഷാസ്മി തിദിക്ഷൂണാം സത്വം സത്വവതാമഹം ഓജസഹോ ബലവതാം കർമാഹം വിദ്ധി സാത്വതാം സാത്വതാം നവമൂർത്തീനാമാദിമൂർത്തിരഹം പരാം വിശ്വാവസോ പൂർവചിത്യർഗന്ധർവാപ്സരസാമഹം ഭൂധരാണാമഹം സ്ഥൈര്യം ഗന്ധമാത്രമഹം ഭുവ അപാം രസശ്ച പരമസ്തേജിഷ്ഠാനാം വിഭാവസോ പ്രഭാ സൂര്യേന്ദുതാരാണാം ശബ്ദോഹം നഭസപരാം ബ്രഹ്മണ്യാനാം ബലിരഹം വീരാണാമഹമർജുന ഭൂതാനാം സ്ഥിതിരുത്പത്തിരഹം വൈ പ്രതിസംക്രമ ഗത്യുത്യുത്സർഗോപാദാനമാനന്ദസ്പർശലക്ഷണം ആസ്വാദശ്രുത്യവഘ്രാണമഹം സർവേന്ദ്രിയേന്ദ്രിയം പൃഥിവീ വായുരാകാശ ആപോ ജ്യോതിരഹം മഹാൻ വികാരപുരുഷോ വ്യക്തം രജസത്വം തമഃപരം അഹമേതത്പ്രസംഖ്യാനം ജ്ഞാനം തത്വവിനിശ്ചയ മയേശ്വരേണ ജീവേന ഗുണേന ഗുണിനാ വിനാ സർവാത്മനാഭിസർവേണ നഭാവോ വിദ്യതേ ക്വചിൽ സംഖ്യാനം പരമാണൂനാം കാലേന ക്രിയതേ മയാ ന തഥാ മേ വിഭൂതീനാം സൃജതോണ്ടാനി കോടിശാം തേജശ്രീകീർത്തിരൈശ്വര്യം ഹ്രീസ്ത്യാഗസൗഭഗം ഭഗ വീര്യം തിതിക്ഷാ വിജ്ഞാനം യത്ര യത്ര സമംശകാം ഏതാസ്തേ കീർത്തിതാ സർവാ സംക്ഷേപേണ വിഭൂതയാ മനോവികാര ഏവൈതേ യഥാ വാചാഭിധീയതേ വാചം യച്ഛ മനോ യച്ഛ പ്രാണാൻ യച്ഛേന്ദ്രിയാണി ച ആത്മാനമാത്മനാ യച്ഛ ന ഭൂയ കൽപ്പസേ ധ്വനേ യോ വൈ മാങ് മനസി സമ്യക സംയച്ഛൻ ധിയായതി തസ്യ വ്രതം തപോദാനം സ്രവത്യാമഘടാംബുവത് തസ്മാൻ മനോവച പ്രാണാൻ നിയച്ഛേന്മത്പരായണ മദ്ഭക്തിയുക്തയാ ബുദ്ധ്യാ തത പരിസമാപ്യതേ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഷോഡശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഏകാദശ സ്കന്ധം 16-ാമത്തെ അധ്യായം. ഈ 16-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ അവതാരങ്ങൾ ഉൾപ്പെടെയുള്ള വിഭൂതികളെ പറ്റി വർണ്ണിക്കുന്നു. ജ്ഞാനം, വീര്യം, പ്രഭാവം എന്നിവയെ വിശേഷമായും കീർത്തിക്കുന്നു. ഭഗവാന്റെ ഉപാസനാ രൂപങ്ങളെയാണ് വിഭൂതികൾ എന്ന് പറയുന്നത്. അവയെ അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഉദ്ധവൻ ചോദിക്കുകയാണ്. ആദിയും അവസാനവും ഇല്ലാത്തവനും ഒന്നിനാലും മറയപ്പെടാത്തവനും എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി, നിലനിൽപ്പ്, നാശം ഇവയ്ക്ക് കാരണബോധനമായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മമാണ് അവിടുന്ന്. വലുതും ചെറുതുമായ സകല ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന അങ്ങയെ വേണ്ടത്ര മനഃശുദ്ധി ഇല്ലാത്തവർക്ക് അറിയാൻ കഴിയുകയില്ല. വേദങ്ങളെ അറിയുന്ന ബ്രാഹ്മണര് മാത്രം അങ്ങയെ ശരിയായ വിധത്തില് ഉപാസിക്കുന്നു. എല്ലാവരിലും അന്തര്യാമി സ്വരൂപേണ മറഞ്ഞിരിക്കുന്നതും സർവത്തിനും സാക്ഷിയുമായിട്ടുള്ള ഭഗവാനെ മായ കൊണ്ട് മയങ്ങിയ ജീവന്മാർക്ക് അങ്ങയെ കാണാനോ അറിയാനോ ഒന്നും കഴിയുന്നില്ല. മുനിമാര് അവിടുത്തെ ഏതേത് രൂപങ്ങളില് ഉപാസിച്ചാണോ മുക്തരായി തീരുന്നത്? അല്ലയോ ഭഗവാനെ, ആ സ്വരൂപങ്ങളെ എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറയുന്നു. എല്ലാ ദിക്കിലും
ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ഉള്ള അങ്ങയുടെ വിഭൂതികള് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത വിധം അസംഖ്യങ്ങളാണല്ലോ. അവയേതെല്ലാമാണെന്ന് പറഞ്ഞു തന്ന് അനുഗ്രഹിക്കണേ. അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് ഉദ്ധവൻ പറയുകയാണ്. ഭഗവാൻ തന്റെ വിഭൂതികളെ കുറിച്ച് പറയുന്നു. ഭഗവാൻ പറയുകയാണ്, ഇതേ ചോദ്യം കുരുക്ഷേത്രത്തില് ഭാരതയുദ്ധത്തിന്റെ ആരംഭത്തില് അർജുനൻ എന്നോട് ചോദിക്കുകയുണ്ടായി. രാജ്യത്തിന് വേണ്ടി സ്വജനങ്ങളെ കൊന്നുകൊണ്ടുള്ള യുദ്ധം അധർമ്മമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ശരീരാഭിമാനം വളർന്ന് ഞാൻ കൊല്ലുന്നവനും ഇവരെല്ലാവരും കൊല്ലപ്പെടുന്നവരുമാണെന്നുള്ള വിചാരത്താല് യുദ്ധത്തിൽ നിന്ന് അർജുനൻ പിന്തിരിയാനായിട്ട് ആരംഭിച്ചു. ക്ഷത്രിയന്റെ ധർമ്മമായ യുദ്ധത്തിൽ നിന്നും പിന്മാറല് ശരിയല്ലെന്ന് യുക്തിയുക്തമായിട്ട് ഞാൻ ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചു. അങ്ങയെപ്പോലെ അർജുനനും എന്റെ വിഭൂതികളെ പറ്റി ചോദിച്ചു. അർജുനന് ഉപദേശിച്ചതുപോലെ അങ്ങേക്കും ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിൻ്റെയും ആത്മാവും രക്ഷിതാവും നിയന്താവും എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉദ്ഭവം, സ്ഥിതി, നാശം ഇവയ്ക്ക് കാരണവും ഞാൻ തന്നെയാണ്. സഞ്ചരിക്കുന്നവരുടെ ലക്ഷ്യസ്ഥാനം ഞാനാണ്. എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന കാലം ഞാനാണ്. സത്വരജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ഞാനാണ്. വസ്തുക്കളുടെ ഗുണവും ഞാനാണ്. മഹത്തുക്കളില് ജ്ഞാനശക്തി പ്രധാനമായിട്ടുള്ള മഹത്തത്വവും സൂക്ഷ്മ വസ്തുക്കളിലെ ജീവനും ജയിക്കാൻ പ്രയാസമുള്ളവയില് മനസ്സും എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മവും ഞാനാണ് ഉദ്ധവ. വേദം ഉപദേശിക്കുന്നവരില് ബ്രഹ്മാവും മന്ത്രങ്ങളിലെ പ്രണവവും അക്ഷരങ്ങളില് ആ എന്ന അക്ഷരവും ഛന്ദസ്സുകളില് ഗായത്രിയും ഞാനാകുന്നു ഉദ്ധവ. ദേവന്മാരില് ഇന്ദ്രനും വസുക്കളില് അഗ്നിയും ദ്വാദശാദിത്യന്മാരില് വാമനനായി അവതരിച്ച വിഷ്ണുവും ഏകാദശ രുദ്രന്മാരില് നീലലോഹിതനുമാണ് ഞാൻ. ബ്രഹ്മർഷിമാരിൽ ഭൃഗുവും രാജർഷിമാരിൽ സ്വയംഭൂമനുവും ദേവർഷിമാരില് നാരദനും പശുക്കളിൽ കാമധേനുവും എന്റെ വിഭൂതികളാണ് ഉദ്ധവ. സിദ്ധന്മാരിൽ കപിലനും പക്ഷികളില് ഗരുഡനും പ്രജാപതികളില് ദക്ഷൻ പിതൃക്കളില് ഹരിമാവും ഞാനാണ്. അസുരന്മാരില് പ്രഹ്ലാദൻ, നക്ഷത്രങ്ങളില് ചന്ദ്രൻ, യക്ഷരക്ഷസുകളുടെ അധിപനായ കുബേരനും ഞാനാണ്. ആനകളില് ഐരാവതവും ജലജീവികളുടെ രാജാവായ വരുണനും പ്രകാശിക്കുന്നവയിൽ സൂര്യനും മനുഷ്യരില് രാജാവും ഞാനാണ്. കുതിരകളില് ഉച്ചൈസ്രവസ്, ധാതുക്കളില് സ്വർണം, ശിക്ഷിക്കുന്നവരില് യമൻ, സർപ്പങ്ങളില് വാസുകി ഒക്കെ ഞാനാണ് ഉദ്ധവ. നാഗങ്ങളില് അനന്തനും മൃഗങ്ങളില് സിംഹവും ആശ്രമങ്ങളില് സന്യാസം, വർണ്ണങ്ങളില് ബ്രാഹ്മണൻ, ഒഴുകുന്ന തീർത്ഥങ്ങളില് ഗംഗ, സരസ്സുകളില് സമുദ്രം, ആയുധങ്ങളില് വില്ല്, വില്ലാളികളില് ത്രിപുരാരിയായ ശ്രീ പരമേശ്വരനും ത്രിലോകത്തിനും വാസസ്ഥാനമായ മഹാമേരു, പ്രവേശിക്കാൻ പ്രയാസമുള്ള ഹിമാലയവും മരങ്ങളിലും കരയാലും ധാന്യങ്ങളില് യവവും ഞാനാണ് ഉദ്ധവ. പുരോഹിതന്മാരില് വസിഷ്ഠനും വേദാർത്ഥം അറിയുന്നവരില് ബൃഹസ്പതിയും സേനാനായകന്മാരില് സുബ്രഹ്മണ്യനും ഞാനാണ്. യജ്ഞങ്ങളില് ബ്രഹ്മയജ്ഞവും മൃതങ്ങളില് അഹിംസയും ശുദ്ധീകരണത്തില് വായു, ജലം, അഗ്നി, വാക്ക് ഇവയെല്ലാം ഞാനാണ് ഉദ്ധവ. യോഗങ്ങളിലെ സമാധിയും ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആലോചനാ മാർഗവും വിദ്യകളില് ആത്മവിദ്യയും
ഖ്യാതിവാദികളില് സംശയസ്ഥാനവും ഞാൻ തന്നെയാണ്. സ്ത്രീകളില് ശതരൂപയും പുരുഷന്മാരില് സ്വയംഭൂമനുവും മുനിമാരില് നാരായണനും ബ്രഹ്മചാരികളില് സനൽകുമാരനും ഞാനാണ് ഉദ്ധവ. ധർമ്മങ്ങളില് സന്യാസവും ക്ഷേമങ്ങളില് മനസ്സ് ബഹിർമുഖമാകാതിരിക്കല്, രക്ഷിക്കേണ്ടവയില് മൗനവും പ്രിയവാക്കും, ദമ്പതിമാരില് ശരീരത്തിന്റെ പകുതി പുരുഷനും പകുതി സ്ത്രീയുമായി തീർന്ന ആദ്യത്തിലുണ്ടായിരുന്ന പ്രജാപതിയും ഞാനാണ്. ജാഗ്രതയുള്ളവയില് സമ്മത്സരവും ഋതുക്കളിലെ വസന്തവും മാസങ്ങളിലെ ധനുമാസവും നക്ഷത്രങ്ങളിൽ അഭിജിത്തും ഞാനാണ്. യുഗങ്ങളിലെ കൃതയുഗം, സുഖദുഃഖങ്ങളെ സഹിക്കുന്ന ധീരന്മാരില് ദേവലനും അസിതനും, വേദങ്ങളെ വിഭജിച്ചവരില് വ്യാസമഹർഷിയും കവികളില് ശുക്രമഹർഷിയും ഞാനാകുന്നു ഉദ്ധവ. ഭഗവാന്മാരുടെ ഇടയില് വാസുദേവനും ഭക്തന്മാരില് എനിക്ക് പ്രിയപ്പെട്ട ഉദ്ധവ നീയും, കിംപുരുഷന്മാരില് ഹനുമാനും വിദ്യാധരന്മാരില് സുദർശനവും ഞാനാണ്. രത്നങ്ങളില് പത്മരാഗവും സൗന്ദര്യമുള്ള വസ്തുക്കളില് താമരമുട്ടും പുല്ലുകളിലെ ദർഭ, ഹോമദ്രവ്യങ്ങളിലെ പശുവിന്റെ നെയ്യും ഞാനാകുന്നു. ഉത്സാഹികളുടെ സമ്പത്തും വഞ്ചകരുടെ ചൂതുകളിയും ക്ഷമ, സത്വഗുണം, മനോബലം, ഇന്ദ്രിയബലം, നിഷ്കാമ കർമ്മവും ഞാനാണ്. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, നാരായണൻ, ഹയഗ്രീവൻ, വാരാഹം, നൃസിംഹം, വാമനൻ എന്നീ 9 മൂർത്തികളില് ആദ്യത്തേതായ വാസുദേവനും, ഗന്ധർവന്മാരില് വിശ്വാവസുവും അപ്സരസുകളില് പൂർവചിത്തിയും ഞാനാണ്. പർവ്വതത്തിന്റെ സ്ഥിരത, ഭൂമിയുടെ ഗന്ധം, ജലത്തിലെ രസം, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള് ഇവയുടെ പ്രഭയും ഞാനാകുന്നു. ആകാശത്തിലുള്ള ശബ്ദവും ഞാൻ തന്നെയാണ്. ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ച് മഹാബലി ഞാനാകുന്നു. വീരന്മാരില് അർജുനൻ ഞാനാകുന്നു. ഭൂതങ്ങളുടെ ഉൽപ്പത്തിയും രക്ഷയും നാശവും ഞാനാകുന്നു. കർമ്മേന്ദ്രിയങ്ങളില് പാദത്തിലിരിക്കുന്ന ഗമനശക്തിയും വാഗീന്ദ്രിയത്തിന്റെ വചന വ്യാപാരവും ഗുദത്തിന്റെ മലവിസർജന പ്രവൃത്തിയും കൈയിന്റെ ഗ്രഹണ വ്യാപാരവും ഉപസ്ഥത്തിന്റെ ആനന്ദവും ഞാനാകുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളില് ത്വക്കിന്റെ സ്പർശജ്ഞാനവും നാവിന്റെ രസജ്ഞാനവും ചെവിയുടെ ശബ്ദജ്ഞാനവും മൂക്കിന്റെ ഗന്ധജ്ഞാനവും ഞാനാകുന്നു. അതിനാല് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയമായിരിക്കുന്നവൻ ഞാനാകുന്നു. കൂടാതെ ഭൂമി തുടങ്ങിയ 5 തന്മാത്രകളും അഹങ്കാരാദി 7 പ്രകൃതി വികൃതികളും 5 മഹാഭൂതങ്ങളും 11 ഇന്ദ്രിയങ്ങളും കൂടി 16 വികാരങ്ങളും ജീവനും മൂലപ്രകൃതിയും ത്രിഗുണങ്ങളും പരമാത്മസ്വരൂപവും ജ്ഞാനവും തത്വങ്ങളുടെ ഗണനയും എല്ലാം ഞാനാകുന്നു. അതായത് ജീവൻ, ഈശ്വരൻ, ഗുണി, ഗുണം, ജഡം, ചേതനം എന്നീ ഭേദങ്ങളാൽ കാണപ്പെടുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ തന്നെ ആകുന്നു. എന്നെ കൂടാതെ ഒരു ഭാവവുമില്ല. സത്ത് എന്നത് തന്നെ ഈശ്വരഭാവമാകുന്നു. എവിടെ ഭാവമുണ്ടോ അവിടെ ഞാനുണ്ടെന്ന് സാരം. എല്ലാ പദാർത്ഥങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നു എന്ന ബുദ്ധി ഉറപ്പിച്ച് എല്ലാത്തിലും ഈശ്വര സാക്ഷാത്കാരം ജ്ഞാനികൾക്കുണ്ടാകുന്ന രീതി ഏതു വിധമാണ് എന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ട് വിഭൂതിയെ വിഭാഗിച്ച് കാണിക്കുകയും ഒടുവില് പരിച്ഛിന്ന ഭാവത്തെ
തീരെ പരിഹരിച്ച് അപരിച്ഛിന്ന സ്വഭാവത്തെ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലുള്ള പരമാണു രൂപത്തിലുള്ള പൊടികളെ ചിലപ്പോൾ വളരെ കാലം കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താനായിട്ട് കഴിഞ്ഞേക്കാം. പക്ഷേ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന എൻ്റെ വിഭൂതികളെ നിർണയിക്കാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ഭഗവാൻ പറയുകയാണ്, എൻ്റെ വിഭൂതികളെ എല്ലാം ചുരുക്കത്തില് ഞാൻ നിനക്ക് ഉപദേശിച്ചു. ഈ വിഭൂതികളൊക്കെയും മനോവികാര ഭേദങ്ങളാണ്. വാക്കുകൊണ്ട് പറയപ്പെടുന്ന ഇവയെല്ലാം പരമാർത്ഥത്തില് സ്വപ്നത്തിൽ എന്ന പോലെ ഇല്ലാത്തതാണ്. ഇങ്ങും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വസ്തുവായിട്ടുള്ള എന്നില് മനസ്സിന് പ്രവേശനം ലഭിക്കാൻ വേണ്ടി മാത്രം ഈ വിധത്തില് കൽപ്പിച്ച് പറഞ്ഞതാകുന്നു. എല്ലാത്തിൻ്റെയും വിശേഷ വിധിയെ ഞാന് ചുരുക്കി പറയാം. പ്രഭാവം, സമ്പത്ത്, കീർത്തി, ഐശ്വര്യം, ലജ്ജ, കർമ്മഫലത്തെ അപേക്ഷിക്കാതെ ഇരിക്കുക എന്നർത്ഥമുള്ള ത്യാഗം, സൗന്ദര്യം, ഭാഗ്യം, ബലം, സഹനം, അറിവ്, ഇവയൊക്കെ ഏതേത് സ്ഥലങ്ങളില് സ്പഷ്ടമായിട്ട് കാണപ്പെടുന്നവോ അവയൊക്കെ എൻ്റെ വിഭൂതിയും ആ സ്ഥാനങ്ങളൊക്കെ എന്നെ ആരാധന ചെയ്യുവാൻ യോഗ്യങ്ങളായിട്ടുള്ള സ്ഥാനങ്ങള് ആകുന്നു. അവയെ അറിഞ്ഞ് സുഖമായിട്ട് എന്നെ ഭജിച്ചുകൊള്ളുക. പരമാത്മതത്വത്തെ അന്വേഷിച്ച് അറിയാനുള്ള ബുദ്ധിശക്തിയെ ഉറപ്പിക്കുന്ന ഏറ്റവും ലഘുവായിട്ടുള്ള മാർഗമാകുന്നു ഇത്. ഭഗവാൻ പറയാണ്, ഈ പറഞ്ഞ വിഭൂതികളെല്ലാം ഉദ്ധവ ഞാന് നിനക്ക് വേണ്ടിയിട്ട് ചുരുക്കത്തില് പറഞ്ഞു തന്നു. ഇതെല്ലാം മനോവികാരങ്ങളാകുന്നു. എന്തുകൊണ്ടെന്നാല് ഇവയെല്ലാം വാക്കുകൊണ്ട് പറയപ്പെട്ടവയാണ്. എന്നാല് എൻ്റെ യഥാർത്ഥ സ്വരൂപം വാക്കിന് വിഷയമല്ല. അതിനാല് വാചം യച്ഛ മനോയച്ഛ പ്രാണാന്യച്ഛേന്ദ്രിയാണി ച ആത്മാനമാത്മനാ യച്ഛ ന ഭൂയ കൽപ്പസേധ്വനേ. അതിനാല് വാക്കിനെ അടക്കുക, മനസ്സിനെ അടക്കുക, പ്രാണങ്ങളെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക, ബുദ്ധിയെ സത്വഗുണത്താല് നിയന്ത്രിക്കുക. അങ്ങനെ ആയാൽ പിന്നെ ഈ സംസാരത്തില് ഭ്രമിക്കേണ്ടി വരില്ല. അങ്ങനെ നിയന്ത്രിക്കാതിരുന്നാല് ഒരു സന്യാസി മനസ്സിനെയും വാക്കിനെയും അടക്കാതെ ചെയ്യുന്ന വ്രതം, തപസ്, ദാനം മുതലായ ആധ്യാത്മിക സാധനകള് പച്ച മൺകുടത്തിലെ വെള്ളം പോലെ ഒലിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് ഈശ്വരനായ എന്നില് നിഷ്കളങ്ക ഭക്തിയെ വളർത്തി ശുദ്ധമായി തീർന്ന ബുദ്ധി കൊണ്ട് മനസ്സിനെയും വാക്കിനെയും പ്രാണങ്ങളെയും എന്നിൽ തന്നെ സമർപ്പിക്കുക. അങ്ങനെ ചെയ്താല് പിന്നെ ജന്മങ്ങള് ആവർത്തിക്കേണ്ടി വരില്ല. അതുകൊണ്ട് സർവാത്മന എന്നെ തന്നെ ആശ്രയിക്കുക.
ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.